നമസ്കാരം. അവയവ കച്ചവട റാക്കറ്റ് തന്നെ സമീപിച്ചത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തെന്ന് കടയ്ക്കാവൂരിൽ പരാതി നൽകിയ യുവതി. സംഘത്തെക്കുറിച്ച് പരാതി നൽകിയതിന് പിന്നാലെ റാക്കറ്റിലെ പ്രധാന കണ്ണിയായ രതീഷ് ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രതീഷിന് പുറമെ ഇടനിലക്കാരായ മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ നുജുമുദ്ദീൻ, ശശി എന്നിവരാണ് അറസ്റ്റിലായത്. തലനാരിഴയ്ക്കാണ് യുവതി സംഘത്തിൻ്റെ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത്. കടയ്ക്കാവൂർ സ്വദേശിനിയായ കാഴ്ച പരിമിതിയുള്ള യുവതിയെയാണ് സംഘം തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചത്. പരിചയക്കാരനായ രതീഷ് വിദേശത്ത് ജോലി തരാമെന്ന് പറഞ്ഞാണ് കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്ന് പരാതിക്കാരി വെളിപ്പെടുത്തി. ജോലിക്ക് മുമ്പായുള്ള പരിശോധനകൾ എന്നു പറഞ്ഞാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഹോം നേഴ്സാണെന്ന് ഡോക്ടറോട് പറയണമെന്ന് ചട്ടം കെട്ടിയെന്നും പരാതിക്കാരി പറയുന്നു. പരിശോധനയിൽ യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു. ചികിത്സ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ഇതിനിടയിൽ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ യുവതി പിന്നെ കൂടെ ചെല്ലാൻ തയ്യാറായില്ല. ഇതോടെ ഭീഷണിയായി. ഇതറിഞ്ഞപ്പോൾ ശാരീരികമായി ഉപദ്രവിച്ചു എന്നും അവർ പറയുന്നു. യുവതി നൽകിയ പരാതിയിൽ വർക്കല ASPയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണമാണ് അവയവക്കടത്ത് മാഫിയയിലേക്ക് എത്തിയത്. രതീഷ് അടക്കം 15 പേർ കിഡ്നി നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസ് ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുമുണ്ട്. പിടിയിലായ 3 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. സംഘത്തിലെ കൂടുതൽ കണ്ണികളെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്.